ഹായ്, ഞാൻ ഡോക്ടർ സുനിൽ ദേവപ്രഭ. ലക്ഷ്യങ്ങൾ വിജയങ്ങളുടെ മുന്നോടിയാണ്. നല്ല ലക്ഷ്യങ്ങളുണ്ടെങ്കിലേ വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുമ്പോൾ പല കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്താണ്, അത് എപ്പോഴാണ്, അതെങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പൂർത്തീകരണം ഇനി എന്തോരം ഉണ്ട്, ഇനി എന്തോരം കൂടി ചെയ്താൽ ശരിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലക്ഷ്യങ്ങൾ നിഷേധ രൂപത്തിലാവരുത്. അതായത് ഇന്നത് ചെയ്ത് തീർക്കുക എന്നുള്ള ഒരു നോർമലായിട്ടുള്ളൊരു ചിന്താഗതി മതി. അല്ലാതെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തരുത് എന്നുള്ള ഒരു വാശി, അങ്ങനെ ഒരു രീതിയിലുള്ള ചിന്ത വേണ്ട, അങ്ങനെ ഒരു മട്ട് വേണ്ട. കാരണം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിലേയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിയുമ്പോൾ ഉടനെ അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ള ചിന്ത വരും. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്യം നിഷേധ രൂപത്തിൽ ഒരിക്കലും ആവരുത്. അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ മുൻഗണനാക്രമത്തിൽ അടുക്കണം. ഏതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം, ആ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിന് ഏറ്റവും ആദ്യമേ അതിന് അപ്രധാനമായവ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. അതുപോലെ ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതി വെക്കണം. നമ്മൾ എഴുന്നേൽക്കുന്ന വഴി കാണാൻ പാകത്തിന് ഒരു ഭിത്തിയിൽ എഴുതി അങ്ങ് ഒട്ടിച്ചോ വലുതായിട്ട്, അപ്പോൾ അത് എഴുന്നേൽക്കുന്ന വഴി അത് കാണുകയും നമ്മുടെ തലച്ചോറിൽ ആ സിഗ്നൽ റിയാക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. പരിശ്രമിച്ച് നേടാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ലക്ഷ്യമിടുക. അപ്രാപ്യമായ കാര്യങ്ങൾ ഉന്നം വെച്ച് ഒടുവിൽ നിരാശയിലേക്ക് വഴുതി വീഴാനുള്ള വഴി നൽകാതിരിക്കുക. 3 വയസ്സുള്ളൊരു കൊച്ച് 100 കിലോ ഉള്ളൊരു ഭാരം ഇന്ന് ഉയർത്തണമെന്ന് വാശി പിടിച്ചാൽ നടക്കില്ല. അപ്പോൾ അപ്രാപ്യമായ കാര്യങ്ങൾ ഉന്നം വയ്ക്കാതിരിക്കുക. മറ്റൊരു കാര്യമാണ്, ലക്ഷ്യങ്ങൾ തീരെ നിസ്സാരവുമാകരുത്. പരാജയത്തെ ഭയന്ന് തീരെ ചെറിയ ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതങ്ങ് നേടിയെടുക്കും. അന്നൊരു പറയത്തക്ക ആത്മസംതൃപ്തിയോ സ്വയം പ്രോത്സാഹനമോ ഒന്നും ലഭിക്കാതെ പോകും. അതുകൊണ്ട് അതുകൊണ്ട് തുടർന്നുള്ള പ്രയത്നം ദുർബലമാവുകയും ചെയ്യും. അത് കാരണം ഈ ലക്ഷ്യങ്ങൾ ഒരല്പം സ്ട്രോങ് ആയിട്ടുള്ളതാവണം. അതുപോലെ ഈ അതിവേഗം ഒരു ലക്ഷ്യം കൈവന്നെങ്കിൽ അടുത്തത് കുറച്ചും കൂടെ ഒരു ഇച്ചിരി ടഫാക്കി മാറ്റുക, ക്ലേശകരമാക്കുക. നേരെ മറിച്ച് ഒരു ലക്ഷ്യം നേടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇച്ചിരി ടഫാക്കുക അടുത്ത ലക്ഷ്യം. ഇനി ചില ലക്ഷ്യങ്ങൾ ഭയങ്കര ടഫായിട്ട് നമുക്കങ്ങ് തോന്നി, അങ്ങനെയാണെങ്കിൽ അടുത്ത ലക്ഷ്യം ഇച്ചിരി കനം കുറച്ച്, ലക്ഷ്യങ്ങളുടെ ആ ബുദ്ധിമുട്ട് കുറച്ച് ലളിതമാക്കി ഒരു ലക്ഷ്യം ഉണ്ടാക്കുക. ഓക്കെ. അതുപോലെ ലക്ഷ്യപ്രാപ്തിക്കുള്ള യജ്ഞത്തിനിടയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. വ്യക്തികളെ പഠിക്കാൻ പറ്റും, സാഹചര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ പോയാൽ ഇങ്ങനെ നടക്കില്ല. ഈ പാഠങ്ങളൊക്കെ തുടർന്നുള്ള ശ്രമങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ പറ്റണം. നാം വളരും തോറും നമ്മുടെ ലക്ഷ്യങ്ങളുടെ തരത്തിലും ഗുണത്തിലും ഒക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ള ഓർമ്മ വേണം. അതുപോലെ വ്യക്തികൾക്ക് എന്ന പോലെ തന്നെ സ്ഥാപനങ്ങൾക്കും വേണം സമയബന്ധിതമായ ലക്ഷ്യങ്ങൾ. എന്നും ഒരു മുറുക്കാങ്കോടെ കൊണ്ട് തന്നെ ഇരിക്കാതെ ഡെവലപ്മെൻറ്റ് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ഓരോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. താങ്ക് യു.